നമസ്കാരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ ബോച്ചെ എന്നറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് എറണാകുളത്തേക്ക് എത്തിച്ചു. സിനിമാ താരം ഹണി റോസ് കൊടുത്ത പരാതിയുടെ പുറത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അശ്ലീല പരാമർശം നടത്തുകയും അവരെ അപമാനിക്കുകയും ചെയ്തതിന് എതിരെ അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എറണാകുളം ACP C ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം എഫ്ഐആർ ഇട്ട് കേസ് അന്വേഷിച്ചത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തു നിന്നും അന്യസംസ്ഥാനത്തേക്ക് കൂടുമാറിപ്പോകാൻ പോയ അല്ലെങ്കിൽ ഒളിച്ചോടാൻ ശ്രമിച്ച ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിലെ മേപ്പാടി എന്ന സ്ഥലത്ത് നിന്ന് അയാളുടെ എസ്റ്റേറ്റിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും എറണാകുളത്ത് എത്തിക്കുകയും ചെയ്തു. ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് കൊണ്ട് മുൻപോട്ട് വിൽക്കുന്ന ഒരു സന്ദേശമുണ്ട് കേരള പോലീസ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ രീതിയിലുള്ള പോസ്റ്റ് ഇട്ടാൽ, അപമാനിച്ചാൽ എല്ലാവർക്കും സത്വര നടപടി വേഗത്തിൽ ചെയ്യപ്പെടും എന്നുള്ള ഒരു സന്ദേശമാണ് പോലീസ് മുമ്പോട്ട് വെച്ചത്. അത് ശ്ലാഘനീയമാണ്. പക്ഷെ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹണി റോസിനെയോ അല്ലെങ്കിൽ മറ്റ് സിനിമാ നടിമാരോ കൊടുക്കുന്ന പരാതിയിന്മേൽ നടത്തുന്ന ഈ അന്വേഷണം മാത്രം ആവരുത്. സാധാരണ സ്ത്രീകളും പെൺകുട്ടികളും ഇത്തരത്തിൽ അപമാനിക്കപ്പെടുന്നുണ്ട്. അവർ നൽകുന്ന പരാതികളിന്മേലും പോലീസ് ഒത്തുതീർപ്പ് ചർച്ച നടത്താതെ ഇങ്ങനെ എഫ്ഐആർ ഇട്ട് കേസെടുക്കുകയാണെങ്കിൽ മാന്യമായ രീതിയിൽ സംസാരിക്കുവാൻ, സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കാൻ എല്ലാവരും തയ്യാറാകും. ഹണി റോസ് എന്ന സിനിമാ താരം ഉദ്ഘാടനത്തിന് പോകുമ്പോൾ അവരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോയെ പല രീതിയിലും വ്യതിചലിപ്പിച്ച് അല്ലെങ്കിൽ വൃത്തിഹീനമായ രീതിയിൽ പോസ്റ്റിട്ട് അതിനിടയിൽ കമൻറ്റ് രസിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള അപമാനം കുറേ നാളുകളായിട്ട് അവർ സഹിക്കുകയും അതിനെ അറുതി വരുത്തുവാൻ വേണ്ടിയാണ് അവർ മുമ്പോട്ട് വന്നത്. അവരുടെ പരാതിയുടെ പുറത്ത് മുഖ്യമന്ത്രിയോട് അവർക്ക് സംസാരിക്കാൻ സാധിച്ചു. അതിൻ്റെ പുറത്ത് മുഖ്യമന്ത്രി ഉടൻ തന്നെ ആക്ട് ചെയ്തു. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പോലീസിനെയും അങ്ങേറ്റം അനുമോദിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ അപമാനിക്കപ്പെടുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ സമൂഹത്തിലുണ്ട്. അവർക്ക് കൂടി ഇതിൻ്റെ ഫലം ലഭിക്കണം. സാധാരണ ഒരു സ്ത്രീകൾ കൊടുക്കുന്ന പരാതിയുടെ പുറത്ത് പോലീസ് പരാതിക്കാരിയെയും പരാതിക്ക് കാരണക്കാരനായ ആളിനെ ഒന്നിച്ചു വിളിച്ചിരുത്തി അവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച് എങ്ങനെയൊക്കെ പരാതി എടുക്കാതിരിക്കാവോ അതാണ് പരമാവധി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിതൊരു മാറ്റം സംഭവിച്ചു. അത് ഹണി റോസ് ആയതുകൊണ്ടാകാം എന്നാണ് ഇത്തരണത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ എൻ്റെ മകൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ അടിയിൽ കൂട്ടുകാരുടെ സ്കൂൾ കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള ഫേസ്ബുക്ക് പേജിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇട്ട ഒരു പോലീസുകാരനെതിരെ പത്തനംതിട്ട SP പരാതി നൽകിയിരുന്നു. പരാതിയുടെ പുറത്ത് ഞാൻ കുറേ പുറകെ പോയി വിവരാവകാശമൊക്കെ ചോദിച്ചു. നാളിതുവരെ അതിൻ്റെ പുറത്ത് ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അയാൾ ഇപ്പോഴും പോലീസ് സേനയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഹണി റോസിനെ അപമാനിച്ച വില്ലന്മാർ ബോബി ചെമ്മണ്ണൂർ പോലെയുള്ളവരും അദ്ദേഹത്തിൻ്റെ അനുയായികളുമാണെങ്കിൽ പോലീസ് സേനയിലും എല്ലാ വിഭാഗത്തിലും ഇത്തരം വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമകളുണ്ട് എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റമനുസരിച്ച് 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. പുതിയ BNS 75 4ാം ഉപവകുപ്പ് അനുസരിച്ചും IT വകുപ്പിൻ്റെ 67 ഉപവകുപ്പ് അനുസരിച്ചാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത പോലീസിനെ അങ്ങേറ്റം നാം അനുമോദിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് പറയാനുള്ളത്. ഈ ആനുകൂല്യം, ഈ ത്വരിതഗതിയിലുള്ള ഈ പ്രക്രിയ, ഈ പ്രവർത്തനം സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ കൊടുക്കുവാൻ മുഖ്യമന്ത്രിയും പോലീസ് സേനയും തയ്യാറായാൽ സമൂഹ മാധ്യമങ്ങളിലോടുള്ള അധിക്ഷേപങ്ങൾക്ക് ഒരറുതി വരുത്തും. അതിന് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇത്തരം പരാതി കിട്ടിയാൽ സത്യമാണെന്ന് കണ്ടെത്തിയാൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ ഈ ത്വരിതഗതിയിലുള്ള നടപടി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് ഈ സമൂഹത്തിന് നല്ല മാറ്റത്തിന് തുടക്കമാകട്ടെ. നമ്മൾ സംസ്കാര സമ്പന്നരും അങ്ങേറ്റം സാംസ്കാരിക ഉന്നമനത്തിലും ഉള്ളവരാണെന്നാണ് അറിയപ്പെടുന്നത് മലയാളികൾ. അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ച രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ ഓരോ ആൾക്കാരിൽ നിന്ന് ഉണ്ടാകുവാൻ ഇത്തരുണത്തിൽ നന്നായിരിക്കും എന്നുള്ളതാണ് സത്യം. ഹണി റോസ് വിളിച്ചപ്പോൾ ഫോൺ എടുത്തു.
അമ്മ എന്ന സംഘടന അവർക്ക് പൂർണ്ണ സപ്പോർട്ട് ചെയ്തു. മുഖ്യമന്ത്രി സംസാരിക്കുന്നു. പക്ഷേ ഈ സപ്പോർട്ട് ഒന്നും തന്നെ ആക്രമിക്കപ്പെട്ട നടിക്ക് ലഭിച്ചില്ല എന്നുള്ള ദുഃഖം ഓർക്കാതെ വയ്യ. കാരണം അവരും സിനിമാ താരമായിരുന്നു. പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യുവാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇന്നും അവരെ ആക്രമിക്കുന്നതിന് കൂട്ടുനിന്ന അല്ലെ കൊട്ടേഷൻ കൊടുത്ത ആളിൻ്റെ കൂടെയാണ് കേരള സമൂഹത്തിൽ ഭൂരിഭാഗം ആൾക്കാരും എന്നുള്ള വസ്തുതയും മറക്കാതെ ഇരിക്കുന്നത് നല്ലതാണ്. എന്തായിരുന്നാലും പോലീസ് നടപടിയെ ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു. ഇത്തരം പ്രവർത്തനം എല്ലാ മേഖലയിലും എവിടെ നിന്നൊക്കെ പരാതി വരുന്നു ആ പരാതികളിലെല്ലാം തന്നെ ഉണ്ടാകണം. ആദ്യം പരാതി നൽകുന്ന സ്ഥലത്ത് തന്നെ തൻ്റെ തൊട്ടടുത്ത ഹോം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തി അത് സത്യമാണെങ്കിൽ ആ പരാതിക്കാരിക്ക് അനുകൂലമായ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകണം. സത്യമല്ലെങ്കിൽ അവർക്ക് വിട്ടുകളയാം. സത്യം അല്ല എങ്കിൽ അതുപോലെ തന്നെ കേരളത്തിലെ ഓരോ സ്ത്രീക്കും മുഖ്യമന്ത്രിയെ വിളിക്കുവാനോ ഇത്തരം ആപൽഘട്ടത്തിൽ അവർക്ക് മുഖ്യമന്ത്രിയിൽ നിന്ന് ആവശ്യമായ നിയമപരിരക്ഷ സഹായം ലഭിക്കുവാനുള്ള ഒരു ചവിട്ടുപടി കൂടി ഉണ്ടാകണം. അത് ഇത്തരം വലിയ പ്രശസ്തിയിൽ നിൽക്കുന്നവർക്ക് മാത്രമാകരുത്, ഈ നാട്ടിലെ സാധാരണക്കാർക്കും ആവശ്യമാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ നടപടി അങ്ങേയറ്റം നല്ലതാണെന്ന് സമൂഹത്തിന് ഒരു മാതൃകയാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.